സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലിരിക്കുന്ന ആദരണീയരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദര സഹോദരിമാരെ, മുജാഹിദ് സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളന പരിപാടിയാണ് ഇവിടെ നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സെഷനുകളിൽ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളും എല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സന്ദർഭത്തിൽ എത്രയും മഹത്തായ ഒരു സമ്മേളനം സംഘടിപ്പിച്ച, വളരെ വിജയകരമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. അള്ളാഹുവിനെ സ്തുതി ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ നന്മയുടെ വാഹകരായി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി സന്ധിയില്ലാ സമരം നടത്തി കനത്ത പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിട്ടുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് യുവസമൂഹം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇതുപോലുള്ള സമ്മേളനങ്ങളാണെങ്കിലും മറ്റു പരിപാടികളാണെങ്കിലും അതിൻ്റെ നന്മയുടെ വശം മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ സമൂഹത്തിൽ വരുന്ന പരിവർത്തനങ്ങളെ അനുകൂലമായ രീതിയിൽ നോക്കിക്കാണാനും ആഗ്രഹിക്കുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഒരു പ്രബോധക സമൂഹം എന്ന നിലയിൽ ജനങ്ങൾക്ക് സത്യദീനിനെ എത്തിച്ചു കൊടുക്കുമ്പോൾ ഗുണകാംക്ഷയോടുകൂടി നല്ല രീതിയിൽ അവരെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടുപോയാലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. മറിച്ച് ഇന്ന് കാണുന്നത് പോലെ മതപരമായിട്ടുള്ള പ്രസംഗ വേദികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപ ആരോപണങ്ങളുടെ കാണുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഇതിനോട് വലിയ വെറുപ്പുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. പ്രബോധകർ എന്ന നിലയിൽ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം പൂർത്തീകരിച്ച്, പ്രബോധനം പൂർത്തീകരിച്ച് ഈ ദീനിനെ പൂർത്തീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും മറ്റൊരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് ഇവിടെ എത്തിയവർ മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനും ഈ സത്യദീനിനെ ഉൾക്കൊണ്ടവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ബാധ്യതയാണ് നമ്മെ അർപ്പിതമായത്. എന്നാൽ പ്രബോധകർ എന്ന നിലയിൽ അവരുടെ പ്രസംഗമാവട്ടെ, അവരുടെ പറച്ചിലാവട്ടെ, അവരുടെ ആംഗ്യമാവട്ടെ, അവരുടെ ശരീരഭാഷയാവട്ടെ, അതെല്ലാം സമൂഹത്തിൽ മാതൃകാപരമായ രീതിയിൽ മാതൃകാ ജീവിതം കൊണ്ടുവരത്തക്ക രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിച്ചുവോ എന്ന് നാം പുനഃപരിശോധിക്കണം, സ്വയം വിമർശനത്തിലൂടെ കാണണം. ഞാൻ പ്രിയപ്പെട്ട കെ.സി. അബൂബക്കർ മൗലവി സാഹിബ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് മുജാഹിദായത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഒരു തവണ കെ.എം. മൗലവി സാഹിബിനെ കാണാൻ പോവുകയും അദ്ദേഹമായി ചില കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ച് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒതുക്കിക്കളയാം എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ പോലും കെ.സി. അബൂബക്കർ മൗലവി കെ.എം. മൗലവി സാഹിബിനെ കാണാൻ പോയി. പല സംശയങ്ങളും ചോദിച്ചു. അദ്ദേഹത്തോട് വീട്ടിൽ താമസിക്കാൻ പറഞ്ഞു. 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. കെ.എം. മൗലവി സാഹിബ് ഒരു
ഒരു ചെടിയുടെ കായ, അത് പിന്നെ ഉണങ്ങിയിട്ടുള്ള കായ, കള്ളിച്ചെടി എന്ന് പറയും. അത് ഒരു കമ്പിയിൽ കെട്ടി കുത്തി അത് കത്തിച്ച് ആ വെളിച്ചത്തിന്റെ താഴെ ഇരുന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. KC അബൂബക്കർ മൗലവി സാഹിബ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അനുവദിക്കപ്പെട്ട മണ്ണെണ്ണയുടെ പരിധി കഴിഞ്ഞു, ഇനി കരിഞ്ചന്തയിൽ പോയി മണ്ണെണ്ണ വാങ്ങണം. അത് വാങ്ങുന്നത് ശരിയല്ല, അത് തെറ്റായ കാര്യമാണ് എന്നതാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ മറുപടിയും അദ്ദേഹത്തിന്റെ മാതൃകയോടുകൂടെ പെരുമാറ്റവും കണ്ടുകൊണ്ടാണ് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് എന്ന് KC പറയുന്നു. ഇന്ന് നമുക്ക് എത്രത്തോളം ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നാം എല്ലാവരും സ്വയം ഒന്നാലോചിക്കട്ടെ. എന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ അകത്ത് അന്ധകാരത്തിൽ നിബിഡമായിട്ടുള്ള സമൂഹത്തിന്റെ മുമ്പിൽ ദീനിന്റെ വെളിച്ചമായി കടന്നു വന്നവരാണ് KNM-ന്റെ ആളുകൾ. അന്ധതടക്കപ്പെട്ടിട്ടുള്ള എല്ലാ അനാചാരങ്ങളും എല്ലാ അന്ധവിശ്വാസങ്ങളും അതിലേറെ 10 മടങ്ങോടുകൂടി ഇന്ന് തിരിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. അന്ന് വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരായിട്ടുള്ള ആളുകൾക്കിടയായിരുന്നു അന്ധവിശ്വാസം ഉണ്ടായിരുന്നത്. ഇന്ന് ബിരുദമെടുത്തവർ ബിരുദമെടുത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിലും ആളുകൾക്കിടയിലുമാണ് ഇന്ന് ഇതുപോലുള്ള അന്ധവിശ്വാസം പെരുകി വരുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഈ കാര്യത്തിൽ ഈ തിന്മകൾക്കെതിരായുള്ള, ഈ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസത്തിനെതിരായുള്ള അതിശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളും കഴിഞ്ഞ കാലങ്ങൾ ഏറ്റെടുത്തതിൽ 10 മടങ്ങ് ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്നത്തെ സാധാരണക്കാരന്റെ നിലപാട്, മനോഭാവം എന്ന് പറയുന്നത് തമ്മിൽ തെറ്റി ഭിന്നിച്ച് പോകുന്നതിനോട് അനുകൂലമല്ല. പരസ്പരം കലയുകയും പരസ്പരം പറയാൻ പാടില്ലാത്തത് പറയുകയും അറിവിനെ പോലും ബഹുമാനിക്കാതെ പരാമർശിക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തോട്, ഒരു നിലപാടിനോട് ഇവിടുത്തെ സമൂഹത്തിലെ ആളുകൾ ഒരിക്കലും അനുകൂലമായി നിൽക്കുന്നില്ല. എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ, ഒരല്ലാവിനെ അംഗീകരിക്കുകയും ഒരു ഖിബലയെ നേരിട്ട് നിസ്കരിക്കുകയും ഒരു വേദഗ്രന്ഥം അംഗീകരിക്കുകയും ചെയ്ത സമൂഹം എന്ന നിലയിൽ കഴിഞ്ഞ കാലത്തെ സമൂഹത്തിൽ ഈ വ്യക്തിയുടെ വെളിച്ചമെത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ച ഒരു സമൂഹം എന്ന നിലയിൽ അവയെല്ലാം മറന്ന് ഒരു കുടക്കീഴിൽ ഒന്നിച്ചാൽ നിരക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കാലത്തിന് വേണ്ടി ആശിച്ചുകൊണ്ട്, അങ്ങനെയുള്ള കാലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഞാനിവിടെ എന്നെ വിളിച്ച ഈ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ എല്ലാവരും ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. KPA മജീദ് സാഹിബിന് നന്ദി അറിയിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ